നമസ്കാരം. MTN ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി K നെയ്മിനൊപ്പം ഹാദിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ നിന്നുള്ള LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി K നെയ്മാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത്. 2 തവണ മെമ്പറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ 3-ാമത്തെ അംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. 2 തവണ മെമ്പറായിരുന്നു, ഇത് 3-ാമത്തെ അംഗമാണ്. അപ്പോൾ ഇത്തവണയും ജനങ്ങൾ കൂടെ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണോ? 100%. കാരണം ഒന്നാമത് LDF സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ലോകത്തിൻ്റെ നെറുകെ തന്നെ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വക്താവായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് ഗുണഫലങ്ങൾ ഓരോ വീട്ടിലും കയറിയിറങ്ങുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് 10 വർഷമായി കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും അവർക്ക് വേണ്ട പെൻഷനുകൾ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ എല്ലാ വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് നല്ലൊരു സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ റിസൾട്ട് തന്നെ 14-ാം തീയതി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാട്ടിൽ തന്നെ കൂട്ട് നിങ്ങൾ വോട്ട് നൽകി വിജയത്തിന്റെ പേരിലേക്ക് മാറ്റ്. വോട്ട് ചെയ്യ് വോട്ട് ചെയ്യ് K നെയ്മിന് ചെയ്തിടി. വോട്ട് ചെയ്യ് വോട്ട് ചെയ്യ് കുടയ്ക്കായി ചെയ്തിടി. വോട്ട് ചെയ്യ് വോട്ട് ചെയ്യ് K നെയ്മിന് വോട്ട് വോട്ട് ചെയ്യ് വോട്ട് ചിഹ്നം കുടയിലായി ചെയ്തിടി. പൊന്നു സഖി ഏതിനാ നിന്റെ വോട്ട് ഏതിനാ? എന്റെ വോട്ട് K നെയ്മിനാ. ഐശ്വര്യത്തിൻ ചിഹ്നം കൊടയുള്ള കാലം വേറെ ഏത്? ജാതി മത ഭേദമന്യ വികസനങ്ങൾ തന്നിടും. അപ്പോൾ 10 വർഷം ഒരു പഞ്ചായത്തിനെ അഭിമുഖീകരിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും അതിൻ്റെ ഇടയിൽ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ഇനിയും എന്തൊക്കെ പദ്ധതികളാണ് ഈ ഒരു പഞ്ചായത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ഇപ്പോൾ ഈ 6-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലവാടി ഈ 6-ാം വാർഡിലില്ല. ബാലവാടിക്ക് സ്ഥലം കണ്ടെത്തിക്കൊണ്ട് നല്ലൊരു ബാലവാടി ഈ 6-ാം വാർഡിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ട എൻ്റെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായങ്ങളും ഞാനത് ഈ ജനങ്ങൾക്ക് വേണ്ടി നൽകുമെന്ന് ആദ്യമായി അറിയിക്കുകയാണ്. മറ്റൊന്ന് റോഡുകളെല്ലാം വളരെ മോശപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. അതെല്ലാം മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ള പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തരുന്ന ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനുവേണ്ട സഹായ സഹകരണങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതേപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലേക്ക് ആവശ്യമുണ്ട്. മറ്റൊന്ന് കാർഷികം.
ഒരുപാട് കർഷകരുള്ളൊരു വാർഡാണിത്. കാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് കർഷക ക്ഷേമനിധി വരെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി ഞാൻ സ്വീകരിക്കും. എല്ലാ ക്ഷേമനിധി പെൻഷനുകളും എല്ലാ ആളുകൾക്കും എത്തിക്കേണ്ട ഒരു ചുമതല എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഭംഗിയായി വഹിക്കുമെന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇവിടെ ഒരു സാമ്പാർ മുന്നണിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് എന്തെങ്കിലും നീക്കുപോക്കുകളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. നമ്മൾ LDF UDF എന്ന നിലക്കാണ് 20 വാർഡിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാമ്പാർ മുന്നണിക്ക് യാതൊരു ചാൻസും ഇല്ല. കാരണം സാമ്പാർ മുന്നണി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആരാണോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മളെ ഞങ്ങളെ ചതിച്ചുകൊണ്ട് മറ്റേ മുന്നണിയിലേക്ക് മാറിയ ആളുകളുമായി ഇനി ഒരു തരത്തിലും ഈ പഞ്ചായത്ത് എത്ര കാലമാണുള്ള അത്ര കാലഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു നീക്കുപോക്കും ഇനി അവരുമായിട്ടുണ്ടായില്ല എന്ന് നമ്മളെല്ലാം LDF ഒന്നടങ്കം എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി ആരുമായി നമുക്കൊരു നീക്കുപോക്കും ഇല്ല ഈ പ്രാവശ്യം. ജാതി മത ഭേദമന്യ വികസനങ്ങൾ തന്നിടും ജനിച്ച നാടിന് നേട്ടമേകാൻ കൂട്ടുകാരനായിടും. ജാതി മത ഭേദമന്യ വികസനങ്ങൾ തന്നിടും ജനിച്ച നാടിന് നേട്ടമേകാൻ കൂട്ടുകാരനായിടും. നാട്ടിലേറെ സൗഹൃദത്തിൽ പൂട്ട് തുറക്കുന്നേ നടിനേട്ടത്തിലായി എത്തിടുവാൻ കേനീമ വന്നേ. നാട്ടിലേറെ സൗഹൃദത്തിൽ പൂട്ട് തുറക്കുന്നേ നടിനേട്ടത്തിലായി എത്തിടുവാൻ ചെയ്തോ വോട്ട് ചെയ്തോ കേനഹിമിനായി ചെയ്തോളൂ. ചെയ്തോ വോട്ട് ചെയ്തോ ചിഹ്നം കുടയിലായി ചെയ്തോളേ. ചെയ്തോ വോട്ട് കേനഹിമിന് ചെയ്തോളി. ചെയ്തോ വോട്ട് കുടയ്ക്കായി ചെയ്തോളി. പൊന്നു സഖി ഏതിനാ നിന്റെ വോട്ട് ഏതിനാ? എന്റെ വോട്ട് കേനഹിമിനാ. LDF സ്വതന്ത്ര സാരഥിയുള്ള കാലം വേറെ ഏതിനാ? ചെയ്തോ വോട്ട് ചെയ്തോ കേനഹിമിനായി ചെയ്തോളൂ. ചെയ്തോ വോട്ട് കുടയ്ക്കായി ചെയ്തോളി. ഇപ്പോൾ മൂന്നാമത് ഒരു മെമ്പർ ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നടക്കുമ്പോൾ അങ്ങനെ ജനങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്താണ്? ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്നിൽ നിന്ന് എന്താണോ കിട്ടിയത് അത് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഒരു LDF സർക്കാരിൻ്റെ പിന്തുണ ഈ പ്രാവശ്യമുണ്ട്. ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യം ഇവിടെ മെമ്പറായിരുന്ന കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു ഭരിച്ചിരുന്നത്. ഇന്ന് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. എല്ലാ മേഖലയിലും നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല എല്ലാം ഇഷ്ടംമാതിരി ഫണ്ട് കൊടുക്കുന്നൊരു സമയത്ത് എന്നെപ്പോലൊരു മെമ്പർ വന്നു കഴിഞ്ഞാൽ ഈ വാർഡ് ഒരു സ്വർഗമാക്കാൻ കഴിയുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ എല്ലാ പിന്തുണ എനിക്കുണ്ട്. അപ്പോൾ വോട്ടർമാരോട് അവസാനമായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് നമ്മൾ മത്സരിക്കുന്ന ഒരു LDF സ്ഥാനാർത്ഥിയായിട്ടാണ്. നമ്മുടെ 3 സ്ഥാനാർത്ഥികളുണ്ട് ഈ വാർഡിൽ. ജില്ലാ പഞ്ചായത്ത് ഹാജറ അരിവാൾ നെൽക്കര അടയാളത്തിലും നമ്മുടെ ലക്ഷ്മി ടീച്ചർ, അതേപോലെ തന്നെ അരിവാൾ ചുറ്റിക അടയാളത്തിലും ഞാൻ കൊട അടയാളത്തിലാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ ഓരോ വോട്ടും ഞങ്ങളൊന്നും പാഴാക്കാത്ത, നിങ്ങൾ തരുന്ന വോട്ട് ഒരിക്കലും പാഴാകില്ല. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല സാരഥിയായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന അറിയിക്കുകയാണ്. ഒരു വകതിരിവില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വോട്ട് ചെയ്തോ വോട്ട് കേനഹിമിന് ചെയ്തോളി. ചെയ്തോ വോട്ട് ചെയ്തോ ചിഹ്നം കുടയിലായി ചെയ്തോളി. പൊന്നു സഖി ഏതിനാ? എന്റെ വോട്ട് ഏതിനാ?